PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സയൻസിലെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിലത്തെ എല്ലാം മുൻ വർഷങ്ങളിൽ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഒരു റിവിഷൻ എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യാണ്. അപ്പോൾ LDCക്കും LGSനും ഒക്കെ പ്രിപ്പയർ ചെയ്യണവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ മുൻവർഷത്തെ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എല്ലാ PSC എക്സാമിനും ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്നുള്ളതാണ് ഉത്തരം. ചെമ്പാണ്. അടുത്തത്, സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് പ്രഷറും വോളിയൂമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയണത്. അത് ബോയിൽ നിയമം A ആണ്. ഇനി അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓർഗാനോ ക്ലോറൈഡ് ആണ് ഈ തന്നിരിക്കുന്നതിലുള്ള ഉത്തരം. ഇനി ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ യൂക്കാലിപ്റ്റസ് ആണ്. ഇനി ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് EMF ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോൾ അതിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. സർക്യൂട്ട് അടഞ്ഞാണെങ്കിൽ ഒരു കറൻറ്റും ഉണ്ടാവും. ആ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? അത് D ആണ്, സർബതി സൊണോറ. താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? അപ്പോൾ ഈ 4 എണ്ണത്തിൽ സങ്കരവർഗം സുനന്ദിനി A ആണ്. ഇനി ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി? ഇവിടെ 4 ഓപ്ഷൻ തന്നതിൽ ഭ്രാന്തിപ്പശു രോഗം D ആണ്. ഇനി BT വഴുതനയിലെ BTയുടെ പൂർണ്ണ രൂപം? ഈ 4 ഓപ്ഷനിൽ D ആണ്, ബേസിലസ് ട്യൂറിൻ ജിയൻസിസ്. ഇനി വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത? ഇവിടെ 2 ഉത്തരങ്ങൾ Aയും Dയും അടുത്തടുത്താണ് കിടക്കുന്നത്. 340, 350. അപ്പോൾ ഇതിൽ കൂടുതൽ ശരിയുള്ളതാണ് 340 ആണ്. ഇനി പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ? ഫൈറ്റോക്രോം A ആണ്. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്? ഇവിടെ 4 ഉത്തരം തന്നതിൽ പോളിത്തീനാണ്, B ആണ്. ഇനി കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഈ 4 സംസ്ഥാനങ്ങളിൽ ഏതിലാണ് കൈക ആണവ നിലയം? ആൻറ്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന്? അപ്പോൾ ഇവിടെ 4 മരുന്നുകൾ തന്നിട്ടുണ്ട്. അതിൽ ആൻറ്റിബയോട്ടിക് ആയിട്ട് അമോക്സിലിൻ B ആണ് ഉപയോഗിക്കുന്നത്. ഇനി ആദ്യമായി ശുക്രസംതരണം പ്രവചിച്ചത്? ഇവിടെ 4 ശാസ്ത്രജ്ഞന്മാരുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ ശുക്രസംതരണം പ്രവചിച്ചത് കെപ്ലർ A ആണ്. ഇനി റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്? റെസിസ്റ്റൻസ് ഓം ആണ്. ഇപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ B ആണ്. ഇനി ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല, കാരണം? ഇവിടെ 4 കാരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്നുള്ളതാണ്. അത് സ്ഫോടന സാധ്യത B ആണ്. ഇനി STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം? ഏതൊരു വാതകത്തിനും STPയിൽ 1 മോളിന് 22.4 ലിറ്റർ. അപ്പോൾ ഇവിടെ 10 മോൾ തന്നിട്ടുണ്ട്. അപ്പോൾ 224 ലിറ്റർ ആണ്, B ആണ്. ഇനി പാസക് എന്നത് എത്ര പ്രകാശ വർഷമാണ്? അത് 4 ഉത്തരം അടുത്തടുത്തുള്ള 4 ഉത്തരങ്ങൾ എന്നുണ്ടെങ്കിൽ 3.26 ആണ് കറക്റ്റ് ആൻസർ. ഇനി ചൊവ്വ ഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം? ഇവിടെ 4 ഇത് തന്നിട്ടുണ്ട്. അതിൽ ബഹിരാകാശ വാഹനം ചൊവ്വേനെ ചുറ്റിയത് ആദ്യമായിട്ട് മാരിനർ 4A ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം. ഇവിടെയും അതുപോലെ തന്നെ 4 ഇത് തന്നിട്ടുണ്ട്. അതിൽ ടൈറോസ് എ ആണ്. ഇനി വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന രാസവസ്തു, അത് മെത്തനോൾ ആണ്, അതായത് മീഥൈൽ ആൽക്കഹോൾ മെത്തനോൾ, ഡി ആണ്. ഇനി ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അനുഭവപ്പെടണമെങ്കിൽ ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ആവശ്യമായ ചുരുങ്ങിയ അകലം എത്രയാണ്? അത് എ ആണ്, 17 മീറ്റർ കൂടുതൽ. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം, ഇവിടെ 4 ലോഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഓസ്മിയം ബി ആണ് ആൻസർ. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം എത്രയാണ്? ഇവിടെ 4 ഉത്തരങ്ങൾ അകലത്തിൻ്റെ തന്നിട്ടുണ്ട്. അതിലേതാണെന്ന് 15 കോടി കിലോമീറ്റർ സി ആണ്. ഇനി CNGയുടെ പ്രധാന ഘടകം ഏത്? CNG അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മീഥേൻ എ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഇവിടെ 4 രോഗത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈഫോയിഡ് സി ആണ്. ഇനി പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് കാരണമായ ഘടകങ്ങൾക്ക് ജീൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഈ 4 ശാസ്ത്രജ്ഞന്മാരിൽ ആരാണ് ജീൻ എന്ന പേര് നൽകിയതെന്നാണ് ചോദ്യം. ജൊഹാൻസൺ എ ആണ്. ഇനി പ്രസ് ബയോപ്പിയ എന്ന നേത്രവൈകല്യം പരിഹരിക്കാൻ ഏതുതരം ലെൻസുള്ള കണ്ണട ഉപയോഗിക്കണം? അപ്പോൾ പ്രസ് ബയോപ്പിയ പ്രായമായവർക്ക് വരുന്ന അസുഖമാണ്. അത് കോൺവെക്സ് ലെൻസ് ഡി ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ അയോണുകളാണ്? ഇപ്പോൾ ഇവിടെ 4 മൂലകം തന്നിട്ടുണ്ട്. ഇതിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കാൽസ്യം സി ആണ്. ഇനി ഇണകളെ ആകർഷിക്കാൻ പെൺപട്ടുനൂൽ ശലഭങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫിറമോൺ ഏത്? അത് ബോംബിക്കോൾ ബി ആണ്. ഇനി കുരങ്ങുപനി പരത്തുന്നത്, കുരങ്ങുപനി ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് പരത്തണതെന്നാണ്? വൈറസ് ഡി ആണ്. ഇനി വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം, അതിവിടെ തന്നിരിക്കുന്നതിൽ 4 വാതകങ്ങൾ അതിൻ്റെ നൈട്രജൻ സി ആണ്. ഇനി ക്ലോണിങ്ങിലൂടെ ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ചത് ഏത് രാജ്യത്ത്? അപ്പോൾ ക്ലോണിങ്ങിലൂടെ ആദ്യമായിട്ട് എരുമ കുട്ടി ജനിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ തന്നെയാണ്, ഡി. ഇനി 2015 ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഇവിടെ 4 ഉപഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ 2015 ഇന്ത്യ വിക്ഷേപിച്ചാണ്. GSAT 6 ആണ്, ബി ആണ്. ഇനി അടുത്തത്, പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം. അപ്പോൾ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്നത് വെളുപ്പന്നെയാണ്, എ. ഇനി ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ആര്? ഇവിടെ 4 പേരിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ പദ്ധതിയുടെ പിതാവ്. ഇനി എന്തിൻ്റെ കാലപ്പഴക്കം കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്? അപ്പോൾ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത് ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്, സി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം? അപ്പോൾ 4 സംസ്ഥാനങ്ങൾ തന്നതിൽ സി ആണ്, മിസോറാം. ഇനി മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത എത്ര? അപ്പോൾ ഇവിടെ 4 വോൾട്ടേജുകൾ തന്നിട്ടുണ്ട്. അതിൽ സി ആണ്, 3.7 വോൾട്ട്. ഇനി ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം, അത് വിസരണാണ്, സി. സ്കാറ്ററിംഗ് എന്ന് പറയും. ഇനി ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ്റെ തന്നെയാണ്, ഡി. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അപ്പോൾ ഇവിടെ 4 ഉപകരണം തന്നതിൽ ഇലക്ട്രോസ്കോപ്പ് എ ആണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം, അത് 4 ലോഹങ്ങളുടെ പേരിവിടെ തന്നിട്ടുണ്ട്. അതിൽ സിങ്കാണ്, ബി. ചിലി സാൾട്ട് പീറ്ററിൻ്റെ രാസനാമം. അപ്പോൾ ചിലി സാൾട്ട് പീറ്റർ അതിൻ്റെ രാസനാമം എന്ന് പറയണത് സോഡിയം നൈട്രേറ്റ് എ ആണ്. ഇനി ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? 4 ജീവികൾ തന്നിട്ടുണ്ട്. അതിൽ സി, പാമ്പാണ്. ഇനി മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലുള്ള ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ, അത് ഇവിടെ 4 ഹോർമോണുകൾ തന്നുള്ളതിൽ ഡി, ഓക്സിനുകളാണ്. കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച ഊർജത്തിൻ്റെ അളവ്, അത്
എ ആണ് 30 ATP. ഇനി ആൺ പെൺ ജീവികളിൽ ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ജീവിവർഗം. ഇവിടെ 4 ജീവികൾ തന്നിട്ടുണ്ട്. അതിൽ തേനീച്ചയാണ്, ബി ആണ്. ഇനി സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാംഗം. ഇവിടെ തന്നിരിക്കുന്നതിൽ 4 ഇതിൽ തന്നിരിക്കുന്നത് ലൈസോസോം, സി ആണ്. അപ്പോൾ ഇത്രയാണ് മുൻവർഷ ചോദ്യങ്ങൾ. PSC പരീക്ഷ നടത്തിയ LDC LGSൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ. മുഴുവനായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 50ഓളം ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞവർക്കൊന്ന് റിവൈസ് ചെയ്യാനും പഠിക്കാത്തവർക്കൊന്ന് വീണ്ടും പഠിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.